യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശുദ്ധരായിരിക്കുവാൻ ശുദ്ധീകരിക്കപ്പെടുക എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവ വചന കേൾവിയിലേക്ക് പ്രവേശിക്കും. കുടപ്പിറപ്പുകളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലും ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമാകുന്ന ഏതൊരു ദൈവപൈതലിനെയും സംബോധന ചെയ്തിരുന്നത് വിശുദ്ധന്മാരെ എന്നായിരുന്നു. ലോകത്തിലുള്ള എല്ലാവരെയുമോ ഏതെങ്കിലും ഒരു സമൂഹത്തിലുള്ള മുഴുവൻ പേരെയുമോ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നില്ല. സ്വർഗീയ പൗരത്വം നേടിയ വിശ്വാസികളെ മാത്രമാണ് തിരുവചനത്തിൽ വിശുദ്ധന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാർ. ആദിമസഭയിലെ ദൈവമക്കളെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചിരുന്ന നിരവധി വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു എന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. പത്രോസ് അപ്പോസ്തലൻ തന്റെ സുവിശേഷ ഘോഷണയാത്രയിൽ ലുദ്ദ എന്ന പ്രദേശത്തെ വിശുദ്ധന്മാരായ ദൈവമക്കളെയും സന്ദർശിച്ച് വചനത്താൽ അവരെ ബലപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ സാക്ഷിക്കുന്നത് ഇങ്ങനെ: ഞാൻ ക്രിസ്തുവിരോധിയായിരുന്ന കാലഘട്ടത്തിൽ സഭയെ ഉപദ്രവിക്കുന്നതിൽ ജാഗരൂകനായിരുന്നു. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി ഞാൻ വിശുദ്ധന്മാരെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിയിൽ 26-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവിടെയും പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഞാൻ വിശുദ്ധന്മാരെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും വിശുദ്ധന്മാരെ എന്നുള്ള വിളിയാണ് വേർപെട്ട ദൈവമക്കളെ വിളിച്ചിരുന്ന വിളി. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധന്മാരെ എന്ന് സംബോധന ചെയ്താണ് എഴുതിയിരുന്നതും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത് എന്നത്രേ കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആദിമസഭ മുതൽ ദൈവസഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ വിളിച്ചിരുന്നത് വിശുദ്ധന്മാരെ എന്നായിരുന്നു ഈ തിരുവചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു. ഇന്നും ദൈവമക്കൾ വിശുദ്ധന്മാരെ എന്ന് വിളിക്ക് യോഗ്യരാക്കപ്പെട്ടവർ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയരെ, വിളിക്കപ്പെട്ടവരായ ദൈവജനം വിശുദ്ധമായത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമോ അവർ വിശുദ്ധന്മാരായതുകൊണ്ടോ അല്ല അവരെ വിശുദ്ധന്മാരെ എന്ന് വിളിക്കുന്നത്. കർത്താവ് അവരെ ശുദ്ധീകരിച്ചതിനാലാണ് അവർ വിശുദ്ധരായത്. കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ വിളിക്കപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ എന്നേക്കുമായി ശുദ്ധീകരിച്ചു. ക്രിസ്തുയേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ അവരുടെ ആയുസ്സിന്റെ അവസാന നാൾ വരെ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കേണ്ടിവരാണ്. ക്രിസ്തുയേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ നാൾ തോറും തിരുവചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് തങ്ങളുടെ വിശുദ്ധന്മാർ എന്ന അസ്വർഗീയ പദവി നിലനിർത്തിക്കൊണ്ടിരിക്കുവാൻ ബാധ്യസ്ഥരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതാണ്: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. പ്രിയരെ, കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ഇപ്പോൾ വചനത്താൽ ശുദ്ധീകരണം നേടിക്കൊണ്ടിരിക്കേണ്ടവരാണ്. വിശുദ്ധീകരിക്കുക എന്നാൽ വേർതിരിക്കുക, ശുദ്ധമാക്കുക എന്നൊക്കെ അർത്ഥമാക്കാറുണ്ട്. ദൈവവചനം മുഖാന്തരം നാം വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് മറന്നു പോകരുത്. ലോകത്തിൽ നിന്നും ലോക ഇമ്പങ്ങളിൽ നിന്നും ഒരു വേർതിരിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ വേർതിരിക്കപ്പെടലും ദൈവത്തിന്റെ സത്യം മൂലം, അർത്ഥാൽ ദൈവവചനം മൂലമാണ് നടക്കുന്നത്.
എല്ലാ വിശ്വാസികളും ഓരോ പകലത്തെ ജീവിതവും പ്രിയരെ ക്രിസ്തുവിനായി വേർതിരിക്കുകയാണ്. നാം ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി ഓരോ പ്രഭാതത്തിലും ദൈവവചന സത്യം നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം അവസരമൊരുക്കേണ്ടതാണ്. നാം ഒരു വിശുദ്ധ ഉദ്ദേശത്തിനായി ക്രിസ്തുവിന്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ടവരും മുദ്രയിടപ്പെട്ടവരുമാണ്. ആകയാൽ ആ ഉദ്ദേശ നിവൃത്തിയുടെ ദിവസം വരെ നാം സത്യത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി കഴിയേണ്ടതാണ്. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നാം ദൈവസേവയിൽ, കർത്തൃസേവയിൽ എരിവുള്ളവരായിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കേണ്ടതുണ്ട്. തേജസ്സോടെ നിർത്തുന്ന ആ ദിനം വരെ പ്രിയരെ നമ്മുടെ ശുദ്ധീകരണം തുടരണം. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെയും ശുദ്ധീകരിക്കപ്പെട്ടവരെയും ഒക്കെ ഓർപ്പിച്ച ദൈവജനത്തെ, ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നത്. തേജസ്സോടെ നമ്മെ മഹിമാസന്നിധിയിൽ നിർത്തുന്നതുവരെ പ്രിയരെ ശുദ്ധീകരണം കർത്താവിൻ്റെതാണ്. രക്തത്താൽ ശുദ്ധീകരണം ലഭിച്ചവർ, സത്യത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരെ ദൈവാത്മാവ് ശുദ്ധീകരിക്കുന്നു. കൂടപ്പിറപ്പുകളെ, നാം വിളിക്കപ്പെട്ടവർ, നാം വേർതിരിക്കപ്പെട്ടവർ, നാം ശുദ്ധീകരണത്തിൽ തന്നെ നിലനിൽക്കേണ്ടവർ. നിലനിർത്തപ്പെടണമെങ്കിൽ നാം അനുദിനം ദൈവത്തിന്റെ സത്യത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി തീരുക. നാം വിശുദ്ധരായിരിക്കുവാനാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മെ കർത്താവ് എൻ്റെ വിശുദ്ധന്മാർ എന്ന് പറയുവാൻ ധൈര്യപ്പെടുമോ? ദൈവത്തിന്റെ സത്യത്തിന് നമ്മിൽ ഇടമുണ്ടോ? ഒരു ആത്മശോധനയ്ക്ക് നാം നമ്മെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ വിധേയപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു, നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ ദൈനംദിനം ദൈവവചന കേൾവിയാൽ, ധ്യാനത്താൽ, ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. ആത്മാവിനാൽ എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എപ്പോഴും വിശുദ്ധന്മാരായി നിലകൊള്ളുവാൻ, ദൈവം നമ്മെ വിശുദ്ധനെ എന്ന് വിളിക്കുവാൻ, ആ വിളി സന്തോഷത്തോടെ കേൾക്കുവാൻ ഇടയായിത്തീരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലിലും നമുക്ക് ഒരുക്കിയെടുക്കാം. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടച്ചാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുവചന ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടു, ധ്യാനിച്ചു. ഈ വചനപ്രകാരം ജീവിപ്പാൻ, വിശുദ്ധരായിരിക്കുവാൻ, ശുദ്ധീകരിക്കപ്പെടുന്നവരായി നിലകൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഞങ്ങൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടവരാകിയാൽ ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ തന്നെ നിലനിർത്തപ്പെടേണ്ടതിനു വേണ്ടി ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചു തരുന്നു. ഞങ്ങളെ ആത്മാവിനാൽ ശുദ്ധീകരിക്കണമേ, വചനത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ, ഞങ്ങളെ നിലനിർത്തുമാറാകണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾ, വിശുദ്ധീകരിക്കപ്പെട്ടവർ, ഇന്നിന്റെ മറുപടികളും വിടുതലുകളും അങ്ങയിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച് അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാക്കപ്പെടട്ടെ. സ്വർഗം സഹായിക്കണമേ. ചില തടസ്സങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിന്ന്, ഞങ്ങളുടെ മുൻപിൽ നിന്ന് ചില തടസ്സങ്ങൾ മാറട്ടെ, ചില വെല്ലുവിളികൾ അടിഞ്ഞു മാറട്ടെ, ചില രോഗശക്തികൾ അടിഞ്ഞു മാറട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നിലകൊള്ളുവാൻ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.